ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്നുള്ളത് കൊടൈക്കനാലാണ്. കൊടൈക്കനാലിൽ ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് എടുത്തിട്ടാണ് നമ്മൾ ഇന്നലെ ഈ കാണുന്ന വില്ലയിലേക്ക് എത്തിയത്. നമ്മളിന്നലെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇവിടെ നമുക്ക് ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും കപ്പിൾസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്ത് പോവാം. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ സൈഡ് ഭാഗം വരുന്നത്. ഇവിടെ ഒരു ലോണിൽ സീറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് 6 മിനിറ്റ് ഷൂട്ട് ചെയ്യേണ്ടത് ഒരു 7:15 അപ്പോൾ നമുക്ക് ജസ്റ്റ് കട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദ് കട്ടൻ കുടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അടിയിൽ 3 റൂംസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലാവൻഡർ, ലോട്ടസ്, ലില്ലി എന്നുള്ളൊരു ഇതിൽ. മേളിൽ നമുക്കൊരു പ്രീമിയം റൂംസ് ഉണ്ട്. പിന്നെ ആകുന്നത് അതിൻ്റെ മേളിലത്തെ ബാൽക്കണീസാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇതൊരു റൂമിൻ്റെ ചെറിയൊരു ബാൽക്കണിയാണ്. ഇവിടുന്ന് അങ്ങനെ നൈസ് വ്യൂ ആണ്. പിന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ റിസോർട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ വില്ലേക്ക് കയറി വരുമ്പോൾ ഇവിടെ നമ്മൾ നല്ല സീറ്റിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ പിന്നെ ഇതാണ് അതിൻ്റെ പേര്, ദ സുമിത് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. പിന്നെ നമ്മൾ ഇതാണ് അതിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. ഇതാണ് ലില്ലി, ലോട്ടസ്, ലാവൻഡർ എന്നുള്ള രീതിയിൽ 3 റൂംസ് താഴെ. പിന്നെ വരുന്നത് മേളാണ്. അപ്പം ഞാൻ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള റൂം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെയുള്ള റൂംസ് ഏകദേശം കുഴപ്പമില്ലാണ്. കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാൾഡ്രോബ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ തുറന്നിട്ടതാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അടിയിലും നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലൊരു സീറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. ഈ റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ബാത്റൂം എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. സെറ്റപ്പായിട്ട് ഒരു ഹെയർ ഡ്രയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലായിടത്തും തന്നെ ഹീറ്ററുണ്ട്. ഇവിടെ ഹീറ്ററിലുണ്ട്. പിന്നെ ഡെന്റൽ കിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നതാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ മേലിലേക്ക് എത്തിക്കാണ്. അവിടെ ഒരു പീകോക്ക് ടീമിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രീമിയം റൂമാണത്, കുറ്റിങ്ങി എന്ന് പറയുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല വാൾപേഴ്സിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് റൂം. പിന്നെ അടിപൊളി ലൈറ്റിങ്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ റൂമിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഇത് കൂടി തന്നെ അടിപൊളിയാണ്. വലിയ TV തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒന്ന് പ്രഷർ കൊടുത്തിട്ടാണ് വാൾഡ്രോബ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ്. അത് കിട്ടോ തുറക്കും, അത് വേറെ ചെയ്യുന്നില്ല. പിന്നെ ഈ കാണുന്നത് മറ്റുള്ളതെന്ന് വെച്ചാൽ ചെറിയ ആണ്. പിന്നെ അടിയിൽ സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് വരുമ്പോൾ മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ടൈൽസ്, വെറൈറ്റി ടൈൽസ് ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഷേവിങ്ങിൻ്റെ മിററൊക്കെ ഉണ്ട്. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു സീറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ നിന്നുള്ള ആ വ്യൂ അടിപൊളിയാണ്. ഇരിക്കുമ്പോൾ തന്നെ രാവിലെ തന്നെ ആ ബാൽക്കണീസ് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കട്ടൻ അടിപൊളിയാണ്. ഇതുണ്ടാക്കി വെച്ചിട്ട് കുറേ നേരമായി, അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നുമില്ല. പിന്നെ ഇവിടെ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തണുക്കും. അതാണ്. അപ്പോൾ ഈ കാണുന്ന വില്ലയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ തന്നെ കൊടൈക്കനാലിൽ ജസ്റ്റ് ഒരു 7 കിലോമീറ്റേഴ്സാണ് വരുന്നത്. 20 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ട്. ബൈക്കിലാണെങ്കിൽ നമുക്കൊരു വേറൊരു ചെറിയൊരു ഓഫ് റോഡ് ടച്ച് ചെയ്ത് കയറി വരാം. ചെറിയ ഹില്ലൊക്കെ അടിച്ചിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അത് നോക്കിയിട്ട് നമ്മളെ കോൺടാക്റ്റ് സെറ്റാക്കി തരാം.